കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഹല്ലേലൂയ. തൊണ്ടയടച്ചിരിക്കുകയാണ്. ശബ്ദം വളരെ കുറച്ച് വിട്ട് കാസറ്റ് വലിയുന്ന പോലെ വരും. വേറെ സാഹചര്യം നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വർഷത്തിലെ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് പെട്ടെന്നിങ്ങനെ ചിലപ്പോൾ തൊണ്ട അടഞ്ഞു പോവാം. ഇത് ഈ പല കാര്യങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ടതിന്. അപ്പോൾ ഏതായാലും ഇത് പതുക്കെ തുറന്നു വരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമുക്ക് അതുവരെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റുമെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ നമുക്ക് കർത്താവ് തന്ന ഒരു വിഭവമായിരുന്നു, ഒരു വിരുന്നായിരുന്നു നമ്മുടെ തോമസും ജോഷുവായും. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 10 വർഷത്തോളം ഈ തുപ്പൽ ഒലിപ്പിച്ച് പുറത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോകാൻ മാതാപിതാക്കൾക്ക് മടിയും നാണക്കേടും തോന്നുന്ന വിധത്തിൽ അങ്ങനെ പ്രകൃതമുണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏതാണ്ട് 10 വർഷത്തോളം ആ മാതാപിതാക്കന്മാർ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 10 വർഷം കഴിയുമ്പോൾ ദൈവം ഇടപെട്ട് കഴിഞ്ഞ് സംഭവിക്കുന്നത്, ഇന്നവർക്ക് വീടിനകത്ത് കയറാൻ സമയമില്ല. അവരെപ്പോഴും ഇന്ന് വീടിന് പുറത്താണ്.
ഏതാണ്ട് 25-ലധികം രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി അവരിന്ന് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ റുവാണ്ടയിൽ, ആഫ്രിക്കയിൽ ചെല്ലുന്നപ്പോൾ അവിടെ ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഈ തോമസാണ് എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ആരാധനാ ചാപ്പലിൽ ഇരിക്കുന്നത്. ഞാൻ വരുന്നവരെ അവനവിടെ ഇരിക്കും. ഒരു വചനം ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത്, നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ, കഴിവുള്ളവരൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യാൻ മടിക്കുമ്പോൾ, കർത്താവിനെ പങ്കുവെക്കാൻ മടിക്കുമ്പോൾ 9 സർജറി കൊണ്ട് മാത്രം ഇന്നും ആർട്ടിഫിഷ്യലായ ചെവി തലയോട് ചേർത്ത് വെച്ചിരിക്കുന്ന, അതുകൊണ്ട് മാത്രം കേൾക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് കർത്താവ് സുവിശേഷ വേല ചെയ്യിക്കുന്നു. കംപ്ലീറ്റായി ഓട്ടിസ്റ്റിക്കായ ഒരു മകനെ കൊണ്ട് സുവിശേഷ വേല ചെയ്യിക്കുന്നു. ഞാൻ കണ്ടതാണ്. കെനിയയിലും ഉഗാണ്ടയിലും അതുപോലെ റുവാണ്ടയിലുമൊക്കെയുള്ള ആഫ്രിക്കക്കാർ ജോഷുവായുടെ മുമ്പിൽ വചനത്തിന് വേണ്ടി മീറ്ററുകളോളം അകലത്തിൽ ക്യൂവിൽ നിൽക്കുന്നു. സായിപ്പുമാർ ക്യൂവിൽ നിൽക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടിയെ നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം ബാലാമിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഒരു കഴുതയിലൂടെയെങ്കിലും സംസാരിക്കും. ഹല്ലേലൂയ. അതാണ് നമുക്ക് വിഷയം. നമ്മൾ ഓർക്കണം, മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ എസ്തേറിനോട്, തൻ്റെ വളർത്തുമകളായ എസ്തേറിനോട് പറയുന്നൊരു വാചകമുണ്ട്. ഈ നിമിഷം നീ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരെയെങ്കിലും കൊണ്ട് ദൈവം അത് ചെയ്യിക്കും. ഇപ്പോൾ നീ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേറെ ആരെയെങ്കിലും ഉപയോഗിക്കും. പക്ഷെ നീയും നിൻ്റെ പിതൃകുടുംബവും നശിക്കും. നീ ചെയ്യേണ്ടത് നീ ചെയ്തില്ലെങ്കിൽ ദൈവപദ്ധതി പരാജയപ്പെട്ടില്ല, പക്ഷെ നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടും. നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചെറുപ്പക്കാരൻ, ഈ പിള്ളേർ, ആ തോമസിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവന് സെൻസ് ഓഫ് ഡേഞ്ചർ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മോട്ടോർ ഹൈവേയിലേക്ക്, നാഷണൽ ഹൈവേയിലേക്ക് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരുന്ന മോട്ടോർ ഹൈവേയിലേക്ക് അവൻ ഇറങ്ങിപ്പോവും. അവൻ അറിഞ്ഞുകൂടാ വണ്ടി വന്ന് ഇടിക്കുമെന്ന്, ചെവി കേൾക്കത്തില്ല. അങ്ങനെ സെൻസ് ഓഫ് ഡേഞ്ചർ ഇല്ലാതിരുന്ന ഈ ചെറുപ്പക്കാരനാണ് പോർച്ചുഗലിൽ പോയി മാർപ്പാപ്പ വന്നപ്പോൾ 20 ദിവസം ഒറ്റയ്ക്ക് പോയി തിരിച്ചു വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചനം ജീവിതങ്ങളിൽ വരുത്തുന്ന മാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൺവെൻഷൻ തീർന്ന് മടങ്ങിപ്പോയാലും കർത്താവിൻ്റെ വചനത്തെ ഗൗരവമായി എടുക്കുന്ന കുടുംബങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ വേറെ എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഇടവകയിലുണ്ടെങ്കിലും നമ്മുടെ ഒരു കൂട്ടായ്മ വളരണമെങ്കിൽ വചനത്തിൽ ആഴപ്പെടണം. കാരണം പ്രബോധനമില്ലാത്ത ജനത നശിക്കും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. പ്രബോധനമില്ലാത്ത ജനത നശിക്കും. എപ്പോഴും ദൈവികമായ കാഴ്ചപ്പാടുകൾ ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങൾ നിലനിൽക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയാലും ഈ കൺവെൻഷൻ തീർന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ വചനം പഠിക്കാൻ കുറേ സമയം ദിവസത്തിൽ എല്ലാ ദിവസവും മാറ്റിയിടണം. ദൈവവചനം ശാന്തമായിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്ക് BIY എന്ന പേരിൽ, ബൈബിൾ ഇൻ എ ഇയർ എന്ന പേരിൽ നമ്മൾ 2025 365 ദിവസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് പഠിക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ ലഭ്യമാണ്. ആപ്പിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും മറ്റ് ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലുമെല്ലാം ജനുവരി 1 മുതൽ അത് ലഭ്യമാണ്. നിങ്ങൾ ദിവസത്തിലെ ഒരു 20-25 മിനിറ്റ് ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ഡിസംബർ 31 മുമ്പ് നിങ്ങൾക്ക് ബൈബിൾ മുഴുവൻ അത്യാവശ്യം തരക്കേടില്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം നിങ്ങളതിൽ പങ്കാളികളായ ആളുകളുണ്ടോ? ഒന്ന് കൈവെക്കാമോ? എത്ര പേരുണ്ട്? ഓ പ്രൈസ് ദി ലോർഡ്. ഇനി അത് അറിഞ്ഞിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരുമായ ഒരു 10-20% ആളുകൾ ഇതിനകത്തുണ്ട്. അവരെ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 25 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് വലിയ ദൈവകൃപയുണ്ടാവും. കുടുംബത്തിൽ വലിയ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവും. കാരണം വചനം പഠിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളിന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയാലും
നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആമുഖമായിട്ട് പറയുന്നത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഇന്ന് പല വീടുകളിലും ഇല്ല. പ്രാർത്ഥനയില്ലാത്ത കുടുംബം നശിക്കും. പ്രഭാഷകൻ 27 വചനം പറയുന്നുണ്ട്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഒന്ന് പറയാം, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അപ്പോൾ അതാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെയും കൊണ്ടിരുന്ന് കർത്താവിനെ ആരാധിക്കണം. കുടുംബങ്ങളിൽ അതൊരിക്കലും മുടക്കരുത്. ബൈബിൾ വായന, പ്രാർത്ഥന. ഞായറാഴ്ച പള്ളിയിൽ നമ്മൾ പോവും, പക്ഷെ വീടുകളിൽ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. അപ്പം അത് നിങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് യൂത്തിന് വേണ്ടി നമ്മൾ എല്ലാ ശനിയും ഞായറും, എല്ലാ ശനിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും, ശനിയാഴ്ച ഇംഗ്ലീഷിലും അതുപോലെ ഞായറാഴ്ച മലയാളത്തിലും രാത്രി 9 മണിക്ക് സൂമിൽ ഒരു ശുശ്രൂഷ നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് ജീസസ് എൻകൗണ്ടർ എന്നാണ്. ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എല്ലാ ശനിയാഴ്ചയും, ശനിയാഴ്ച കുറച്ച് പേരേ ഉള്ളൂ ഇംഗ്ലീഷ് പ്രോഗ്രാം, മലയാളം പ്രോഗ്രാം അതിന് ഒത്തിരി ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്നതാണ്. അത് ഈ പറയുന്ന ഞായറാഴ്ച രാത്രി 9 മണിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ചെറുപ്പക്കാരെങ്കിലും അതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരു നമ്പർ പറയാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ നമ്പറിലേക്ക് ജീസസ് എൻകൗണ്ടർ, അതിൻ്റെ പേരെന്താണ്? ജീസസ് എൻകൗണ്ടർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പ്രോഗ്രാമിനാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീസസ് എൻകൗണ്ടർ ഇംഗ്ലീഷ് എന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണം. ഇനി മലയാളമാണ് പങ്കെടുക്കുന്നതെങ്കിൽ ജീസസ് എൻകൗണ്ടർ മലയാളം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു കിട്ടും. അപ്പോൾ അത് ചെറുപ്പക്കാർക്ക് വളരെയധികം, അതിൽ പങ്കെടുക്കുന്ന ആരും തന്നെ അത് വിട്ടുപോകാറില്ല. അത്രയും ഒരു കൃപയും അഭിഷേകവും ചെറുപ്പക്കാരുടെ ജീവിതമെല്ലാം ഒത്തിരി ഭൗതികമായി ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണത്. 1 മണിക്കൂറേ ഉള്ളൂ രാത്രി. ഇന്ന് രാത്രി 9 തൊട്ട് രാത്രി 10 വരെയുണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഉണ്ട് മലയാളം, എല്ലാ ശനിയാഴ്ചയും ഉണ്ട് രാത്രി 9 മണിക്ക് ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ചെറുപ്പക്കാർ അവരാഗ്രഹിക്കുന്ന അപ്പന്മാർ അവർക്ക് വേണ്ടി മെസ്സേജ് അയക്കരുത്. അവരോട് പറഞ്ഞിട്ട് അവരാഗ്രഹിക്കുന്നെങ്കിൽ അവരെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാം. അപ്പോൾ നമ്പർ ഇതാണ് 94461 13725 94461 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ പറയാം അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാം. തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ മെനഞ്ഞാന്നും ഇന്നലെയും കണ്ട കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഞാൻ മെനഞ്ഞാന്ന് പറയാൻ ശ്രമിച്ചത് പുതിയ നിയമ ജീവിതം സമം കൃപാജീവിതം. കൃപ വന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇനി ഈ കൃപ നമ്മൾ സ്വീകരിക്കുന്നത് കൂദാശകളിലൂടെയാണ്. കൂദാശകളിലൂടെ ഈ കൃപ നമ്മിലേക്ക് ഒഴുകുന്നതിന് നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം നമ്മളിൽ രൂപപ്പെടാതെയും ആഴപ്പെടാതെയും നമുക്കൊരിക്കലും കൂദാശകളിലൂടെ വരുന്ന കൃപയെ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം വളർത്തുന്നതിന് ദൈവം നമ്മുടെ ജീവിതത്തെ തന്നെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ദൈവം വിശ്വാസം വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ദൈവം ആഗ്രഹിക്കും. എന്തൊക്കെയാണത്? എളിമ, പരിപൂർണമായ ദൈവാശ്രയത്വം, അനുസരണം അഥവാ വിശുദ്ധി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. അതിന് ദൈവം അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നയിക്കും. നമ്മളതൊക്കെ നിയമാവർത്തനം 8 നിന്ന് ഇന്നലെ കണ്ടതാണ്. അങ്ങനെ ദൈവം നയിച്ച ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ ക്ലോസപ്പ് ഷോട്ടിൽ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രാഹാം. അങ്ങനെ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത്
നമ്മൾ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ചത് അദ്ദേഹം എവിടെയായിരിക്കുമ്പോഴാണ്? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12 വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രഷനല്ല അബ്രാഹത്തെ ദൈവം ശരിക്കും വിളിച്ചത് അവിടെ വെച്ചല്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഉൽപ്പത്തി 12:1 വായിക്കാം. ഉൽപ്പത്തി 12:1 വായിക്കാം. നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത് ദൈവം വിളിക്കുന്നത് എവിടെ വെച്ചാണ്? ഇത് നിങ്ങൾ 11 അവസാനം വായിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ വെച്ചാണ് ഇത് വിളിക്കുന്നത്. എവിടെ ആയിരിക്കുമ്പോഴാണ്? ഹാരാനിൽ, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ദൈവം ആദ്യം അബ്രാഹത്തെ വിളിക്കുന്നത് അബ്രാഹം ഹാരാനിലായിരിക്കുമ്പോഴല്ല. 12:1 വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഹാരാനിലാണെന്ന്. പക്ഷേ അതിന് മുമ്പോട്ട് വായിച്ചാൽ ഹാരാനിൽ വെച്ചല്ല വിളിക്കുന്നത്, മെസൊപ്പൊട്ടോമിയയിലെ ഊറിൽ വെച്ചാണ്. അത് നമുക്ക് കിട്ടുന്നത് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാമോ? പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന്, കണ്ടോ, ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നപ്പോൾ? മെസൊപ്പൊട്ടോമിയയിൽ ആയിരുന്നപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പം നമുക്ക് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആദത്തെയും ഹവ്വയും തിരഞ്ഞെടുത്ത് അവരെ ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ച് അവരവിടെ വെച്ച് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ ദൈവമഹത്വം, അവരുടെ ആദിമ നീതി, ഉത്ഭവ നീതി, ഒറിജിനൽ ജസ്റ്റിസ് അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം ഉൽപ്പത്തി 3:15 ഒരു വാഗ്ദാനം കൊടുത്തു. വായിക്കണ്ട. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ അവൻ നിന്റെ തല തകർക്കും. സാത്താൻ്റെ തല തകർക്കാൻ ദൈവം ഒരുക്കിയ പദ്ധതി സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതിയാണ്. അത് പുതിയ നിയമത്തിൽ നിൽക്കുന്ന നമുക്കറിയാം, അത് യേശുവാണെന്നറിയാം. അപ്പോൾ ഇനി ദൈവം, ശ്രദ്ധിക്കരുത്, ഇനി ദൈവം ഈ രക്ഷാകര പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതിയിലേക്കുള്ള യാത്രയായിട്ടാണ്. അതായത് ഇനി ഈ രക്ഷാകര കഥ മുന്നോട്ട് നീങ്ങുന്നത് ആരെ പ്രതീക്ഷിച്ചാണ്? സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതിയെ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ അതിന് ദൈവം ഒരു പരമ്പരയെ ഒരുക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ ശ്രദ്ധിച്ച് വായിച്ചാൽ, നിങ്ങൾ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് നമുക്ക് ഉൽപ്പത്തി മുതൽ, ആദം മുതൽ പരിശോധിച്ചാൽ 2 പരമ്പരകൾ കാണാൻ പറ്റും. ഒന്ന് ദൈവത്തിൻ്റെ മക്കളും, 2 ലോകത്തിൻ്റെ മക്കളും. ഇങ്ങനെ ഒരു ഡിവിഷൻ ഉൽപ്പത്തി 1 മുതൽ, ഉൽപ്പത്തിയുടെ ആരംഭ അധ്യായങ്ങൾ മുതൽ ബൈബിൾ സൂക്ഷിക്കുന്നുണ്ട്. ഇത് വെളിപാട് വരെയുണ്ട്. വെളിപാടിലെത്തുമ്പോൾ ഈ 2 ലൈനെ വിളിക്കുന്നത്, ഒന്ന് സ്വർഗീയ ജെറുസലേം, രണ്ടാമത്തേത് മഹദിയാം ബാബിലോൺ, ജെറുസലേമും ബാബിലോണും. ഇത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 2 സ്ട്രീമിലായിട്ടാണ് മനുഷ്യർ മുന്നോട്ട് നീങ്ങുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന ഒരു പരമ്പര. രണ്ടാമത്തേത് ലോകത്തിൻ്റെ മക്കളുടെ പരമ്പര. നമ്മളത് ഉൽപ്പത്തിയിൽ കാണുന്നത്, ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ഈ സേത്തിൻ്റെ പരമ്പരയാണ്. സേത്ത് ആരാണ്? ആദത്തിൻ്റെയും ഹവ്വയുടെയും ആബേല് കൊല്ലപ്പെട്ടതിന് ശേഷം, കായേൻ കൊലപാതകയായതിനു ശേഷം ആദത്തിനും ഹവ്വയ്ക്കും ജനിച്ച മകൻ്റെ പേരാണ് സേത്ത്. അപ്പോൾ ഈ ആദം കഴിഞ്ഞാൽ ആദം, സേത്ത്, അങ്ങനെയാണ്. അത് ദൈവത്തിൻ്റെ പരമ്പരയാണ്, അല്ലെ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി ലോകത്തിൻ്റെ മക്കൾ ആരാ?
കായൻ്റെ പരമ്പരയാണ്. അത് നമുക്ക് ഇത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലും 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും കാണാൻ പറ്റും. ഇപ്പം നോക്കണ്ട ഒന്നും, ഇപ്പോൾ ഒന്നും നോക്കണ്ട, അതിനൊന്നും സമയമില്ല, ഇപ്പം ഒന്നും നോക്കണ്ട, എന്നെ ജസ്റ്റ് ഇങ്ങനെ കേട്ടിരിക്കുക. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4 അവസാനവും അതുപോലെ 5-ന്റെ ആരംഭത്തിലും നമുക്ക് ഈ ഡിവിഷൻ കാണാൻ പറ്റും. സേത്തിനെ കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് മനുഷ്യർ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മക്കളാണത്, ദൈവത്തിൻ്റെ മനുഷ്യർ. അപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ ഗോഡ്സ് ലൈൻ, ദൈവ പരമ്പര, ദൈവത്തിൻ്റെ മക്കളുടെ പരമ്പര എന്തിനു വേണ്ടിയാ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തിനാ? സ്ത്രീയിൽ നിന്നുള്ള സന്തതി ജനിക്കേണ്ടത് ദൈവം ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് നീങ്ങുന്ന ഒരു പരമ്പരയെ ഒരുക്കി നിർത്തുമ്പോൾ അതിൽ നിന്നാണ് ഈ സന്തതി ജനിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. ഓരോ പോയിന്റിലും സാത്താൻ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അതായത് ഈ ദൈവത്തിൻ്റെ പ്ലാനിനെ പിശാച് തകർക്കാൻ ശ്രമിക്കും. വിജയിക്കത്തില്ല, തകർക്കാൻ ശ്രമിക്കും ഓരോ സ്റ്റേജിലും. ഉദാഹരണത്തിന് സാത്താൻ ആദ്യം ശ്രമിക്കുന്നത് ആബേലിനെ കായനെ കൊണ്ട് കൊല്ലിച്ചുകൊണ്ടാണ്, കൊലവ ആദ്യത്തേത്. ഇനി ഇത് കഴിയുമ്പോൾ സേത്തിൻ്റെ പരമ്പര മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്കറിയാം സേത്തിൻ്റെ പരമ്പരയിലുള്ള ആളുകളാണ്. ചില പേരുകളൊന്ന് ഓർത്ത് വെച്ചോ. ഒന്ന് ഹാനോക്ക്, കേട്ടിട്ടുള്ള പേരല്ലേ? സേത്തിൻ്റെ പരമ്പരയിലുള്ള ആരാണത്? നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? 2 ലൈനാണ്. ആരുടെ? ഒന്ന് ഗോഡ്സ് ലൈൻ, 2 ദ വേൾഡ്സ് ലൈൻ, ലോകത്തിൻ്റെ ലൈൻ. അപ്പോൾ ദൈവത്തിൻ്റെ ലൈനിൽ നമ്മൾ ആദം, സേത്ത്, ഇത്രയും പിടികിട്ടിയോ? ആദം, സേത്ത്. ഇനി 3ാമത് വരുന്ന ഒരാളാണ് ആര്? ഹാനോക്ക്. ഹാനോക്ക് അവൻ ദൈവത്തോടൊപ്പം നടന്നു എന്നൊക്കെ നമ്മൾ വായിക്കത്തില്ല. അവൻ ദൈവം അവനെ എടുത്തു, പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹാനോക്കുണ്ട്. മെത്തുശലേഹ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എഴുതണ്ട ഇതൊന്നും. ഈ പരമ്പരയിൽ നമുക്ക് പരിചയമുള്ള വേറൊരാളുണ്ട്, അദ്ദേഹമാണ് നോഹ. അപ്പോൾ ആദം, സേത്ത്, ലാമെക്ക്, നോഹ, ഈ 4 പേരെന്ന് ഓർത്ത് വെച്ചേ. ദൈവത്തിൻ്റെ ലൈനാണ്. എന്തിനാണ് ഈ ലൈൻ? ഇതിൽ നിന്നാണ് ആര് വരേണ്ടത്? രക്ഷകൻ വരേണ്ടത്. അപ്പോൾ ആദം, സേത്ത്, ലാമെക്ക്, നോഹ. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ പിന്നെ ഈ ലാമെക്ക് കഴിഞ്ഞിട്ട് ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ സാത്താൻ വേറൊരു പണി ചെയ്തു വെച്ചു. അതാണ് ഈ ദൈവത്തിൻ്റെ ലൈനിലുള്ളവരും ലോകത്തിൻ്റെ ലൈനിലുള്ളവരും തമ്മിൽ കല്യാണം കഴിച്ചു. അത് നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായി? ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാർ സുന്ദരിമാരാണെന്ന് കാണുകയും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗം വായിക്കുന്നില്ലേ? അവരെ അങ്ങനെയാണ് അധികായന്മാർ, രാക്ഷസന്മാർ, നെഫിലിം എന്ന് പറയുന്ന ആ ആളുകൾ ഉണ്ടാവുന്നൊക്കെ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പോൾ എന്ത് കണ്ടോ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ലൈനിനെയും ലോകത്തിൻ്റെ ലൈനിനെയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, ക്രമാതീതമായി പാപം വർദ്ധിച്ചു, മനുഷ്യൻ ദുഷിച്ചതാണെന്ന് ദൈവം കണ്ടു, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്ന് പറഞ്ഞാൽ സാത്താൻ അടുത്ത സ്റ്റേജിൽ കൊണ്ടാക്കുന്ന തകർച്ച ഈ 2 ലൈനെയും തമ്മിൽ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് വായനക്കാരന് തോന്നുകയാണ് ദൈവപദ്ധതി തകിടം പറഞ്ഞു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രളയം വന്നു, ഈ പാപികളെല്ലാം മരിച്ചു, ഇതിനകത്ത് നീതിമാനായ നോഹ മാത്രം അവശേഷിച്ചു. ദൈവത്തിൻ്റെ ലൈൻ വീണ്ടും തുടരുകയാണ്. ആരിലൂടെ? നോഹയിലൂടെ തുടരുകയാണ്. അപ്പോൾ ഇനി നോഹയിലൂടെ തുടരുമ്പോൾ നോഹയുടെ അടുത്ത ബാറ്റൻ കൈമാറുന്ന മകൻ്റെ പേരാണ്, നോഹയ്ക്ക് 3 മക്കളായിരുന്നു. 3 മക്കളുടെ പേരെന്തൊക്കെയാണ്? ഷേം, ഹാം, യാഫത്ത്. ഇതിലെ മൂത്ത മകനായ ഷേമാണ് മൂത്ത മകൻ, ആദ്യജാതൻ. മൂത്ത മകനായ ഷേമിലേക്കാണ് ഇനി ഈ ബാറ്റൻ നോഹയിൽ നിന്ന് കൈമാറേണ്ടത്. ഇതിനിടയ്ക്ക് സാത്താൻ വേറൊരു പണി ഒപ്പിച്ചു വെച്ചു. ഹാം ഒരു വൃത്തികേട് കാണിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ദൈവപദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ഹാം എന്ന് പറയുന്ന നോഹയുടെ 2ാമത്തെ മകൻ നോഹയ്ക്കെതിരായി കലഹിച്ച് ഒരു കലാപം ഉണ്ടാക്കി. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ ചേരുക. അപ്പോൾ നോഹയ്ക്കെതിരെ ഹാം എന്താണ് ഒരു കലാപക്കൊടി ഉയർത്തിയതെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ സമയമില്ല. അപ്പോൾ അത് നമുക്ക് ബൈബിളിൽ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവാത്ത കാര്യമാണ്, വിശദീകരിച്ചാലേ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഹാം, നോഹയുടെ 2ാമത്തെ മകനായ ഹാം നോഹയ്ക്കെതിരെ ഒരു കലാപക്കൊടി ഉയർത്തി അവൻ റബല്യസ് ആവുകയാണ്. നോഹയ്ക്കെതിരെ അവൻ കലഹിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ്റെ ഹാമിൻ്റെ പരമ്പരയിലെ കുഷ് എന്ന് പറയുന്ന ഒരു മകൻ്റെ അയാളുടെ മകൻ്റെ പേരാണ് നിമ്രോദ്. ആ പേര് ഓർത്തിരിക്കണം. എന്താണ്? നിമ്രോദ്. അപ്പോൾ ഈ നിമ്രോദിൻ്റെ നേതൃത്വത്തിലാണ് ബാബേൽ ഗോപുരം പണിയുന്നത്. അത് കേട്ടിട്ടുണ്ടോ? ബാബേൽ ഗോപുരം.
ബാബേൽ ഗോപുരം പണിയാൻ നേതൃത്വം കൊടുത്ത ആളാരാണ്? നിമ്രോദാണ്. അങ്ങനെ നിമ്രോദിൻ്റെ ഹാമിൻ്റെ മകൻ്റെ മകൻ നിമ്രോദ് ബാബേൽ ഗോപുരം പണിത് കഴിയുമ്പോൾ ദൈവം ഭൂമുഖത്തേക്ക് എല്ലായിടത്തേക്കും മനുഷ്യരെ ചിതറിച്ച് കളഞ്ഞു. ഇപ്പം നമ്മൾ വായനക്കാരൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ദൈവമേ, ദൈവത്തിൻ്റെ പദ്ധതി എല്ലാം തകിടം പറഞ്ഞു, എല്ലാവരും പലയിടത്തേക്ക് പോയി. ഇനി എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈനിൽ നിന്ന്, സ്ത്രീയിൽ നിന്നൊരു സന്തതി ഉണ്ടാവുന്നത്? ദൈവം ഈ രക്ഷാകര പദ്ധതിയുടെ ബാറ്റൺ കൈമാറുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. കർത്താവ് ഷേമിൻ്റെ പരമ്പരയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. നോഹ, ഷേമിൻ്റെ പരമ്പരയിൽ നിന്ന് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ആര്? അബ്രാഹാം. അപ്പോൾ അബ്രാഹാം വരുന്ന ഏത് പരമ്പരയിൽ നിന്നാണ്? അപ്പോൾ ആദം, സേത്ത്, ഹാനോക്ക്, നോഹ, ഷേം, അബ്രഹാം. കണ്ടോ, ഗോഡ്സ് ലൈൻ, ദൈവത്തിൻ്റെ ലൈൻ തുടരുകയാണ്, മുറിഞ്ഞു പോയിട്ടില്ല. ആദം, സേത്ത്, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആദം, സേത്ത്, ഹാനോക്ക്, നോഹ, ഷേം. ഈ ഷേമിൻ്റെ തലമുറയിൽ നിന്നാണ് ആര് ജനിക്കുന്നത്? അബ്രാഹാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അബ്രാഹത്തിൻ്റെ ജോലി എന്താണ്? അപ്പോൾ ഇത്രയും പറഞ്ഞാലേ ഇനി അത് മനസ്സിലാവും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ അബ്രാഹത്തിൻ്റെ ജോലി എന്തായിരിക്കും? ഇനി ഈ ചിതറിപ്പോയ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ചിതറിപ്പോയ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ അബ്രാഹത്തിലൂടെ ദൈവം വീണ്ടും രക്ഷാകര പദ്ധതി തുടരുകയാണ്. അതിന് അബ്രാഹത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. 1, അബ്രാഹാം നന്നായി എളിമപ്പെടണം. 2, അബ്രാഹാം 100% ദൈവത്തെ ആശ്രയിക്കണം. 3, അബ്രാഹാം ദൈവത്തെ അനുസരിക്കാനും വിശുദ്ധി പ്രാപിക്കാനും ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഇതിൻ്റെ പ്രായോഗിക വായന ഇതാണ്. നിങ്ങളിലൂടെ, നിങ്ങളുടെ കുടുംബത്തിലൂടെ ദൈവ പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വീട്ടിൽ സംഭവിച്ചാലേ പറ്റൂ. 1, നമ്മുടെ കുടുംബം നന്നായിട്ട് എളിമപ്പെടണം. 2, നമ്മുടെ കുടുംബം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം. 3, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ ജീവിതത്തെ ഓരോ ദിവസവും തിരുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കണം. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വളരെ കുറവായിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 3 കാര്യങ്ങൾ, കാരണം ദൈവ സഹനം നമുക്ക് അനുവദിക്കുന്നത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 കാര്യം നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, ഞാനങ്ങ് എളിമപ്പെട്ടോളാം. ഈ അടി കൊണ്ടിട്ട് എളിമപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എളിമപ്പെട്ടോളാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണക്കാരനായി നമ്മളെ തന്നെ കാണുകയും നമ്മൾ വലുതല്ല എന്ന് നമ്മൾ വിചാരിക്കുകയും നമ്മൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ എപ്പോഴും നമ്മളെ പരിഗണിക്കുകയും ചെയ്ത് എളിമയോടെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് അടി കിട്ടാതെ രക്ഷപ്പെടാം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്പോൾ നമ്മൾ അതിന് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭൂമിയിൽ ആരെയും ആശ്രയിക്കാതെ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സഹനങ്ങൾ കുറഞ്ഞു കിട്ടും. മൂന്നാമത്തേത്, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് ജീവിതത്തിലെ തെറ്റുകളെ ന്യായീകരിക്കാതെ തെറ്റാണെന്ന് സമ്മതിച്ച് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് അങ്ങനെ ഒരു ജീവിതക്രമത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി സഹനങ്ങൾ കുറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പക്ഷെ അബ്രാഹത്തിന് ആദ്യത്തെ സ്റ്റേജിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് എവിടെ വെച്ചാണ്? മെസപ്പെട്ടോം, ബാബിലോണിൽ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ ബാബേൽ ഗോപുരം തകർക്കപ്പെട്ട ആ നിമ്രോദിൻ്റെ ഒക്കെ മക്കളൊക്കെ ജീവിച്ചിരുന്ന ആ ബാബിലോണിൽ വെച്ചാണ് ആരെ വിളിക്കുന്നത്? അബ്രാഹത്തെ വിളിച്ച് ദൈവം പറയുകയാണ്, ഇവിടെ നിന്നാൽ പരിപാടി നടക്കില്ല, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം വിളിച്ച് മാറ്റിവിടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ദൈവത്തെ സമ്പൂർണമായി ട്രസ്റ്റ് ചെയ്യുക. ആ വാക്കാണ് നമ്മളിനി ഉപയോഗിക്കേണ്ടത്, ട്രസ്റ്റ്. ബൈബിളിലെ മുഴുവൻ രക്ഷാകര സംഭവങ്ങളെയും കോർത്തിണക്കാവുന്ന ആ മാല കോർത്തുണ്ടാക്കിയിരിക്കുന്ന ചരടിൻ്റെ പേരാണ് എന്ത്? ട്രസ്റ്റ്. ദൈവമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, ആദ്യന്തം ദൈവത്തെ സമ്പൂർണമായി കണ്ണും പൂട്ടി വിശ്വസിക്കുക.
ദൈവം പറയുന്ന വഴിക്ക് പോവുക. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല എന്ന് വിചാരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എനിക്ക് ശബ്ദമില്ല. അപ്പോൾ പക്ഷെ ഒരു കാര്യം സംഭവിക്കും. എന്തെന്നറിയാം, ഈ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. ഇന്ന് ആ വചനം എനിക്ക് തന്നിരുന്നു. ആ വചനം ഇതാണ്: നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകാൻ പോണത്. ഹല്ലേലൂയാ. നിന്റെ ബലഹീനതയിൽ, അതായത് എനിക്ക് നല്ല വാചാലമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്നതിനേക്കാളും കൃപ എൻ്റെ ശബ്ദം താണുപോകുമ്പോൾ നിങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയാ. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് കർത്താവ് അതിനെ വലിയ കൃപയാക്കി മാറ്റും. വലിയ കൃപ. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൻ്റെ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരികയാണ്, പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്നാൽ ഇത് പറ്റില്ല. നീ എന്നെ കംപ്ലീറ്റായിട്ട്, അബ്രഹാമേ, എന്നെ നീ കംപ്ലീറ്റായിട്ട് ട്രസ്റ്റ് ചെയ്യണം. അതിന് നീ എന്ത് ചെയ്യണം? അബ്രഹാമിന് വലിയ മച്ചിട്ട, വലിയ സമ്പന്നമായ ഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ഭൂഗർഭ ഗവേഷണങ്ങൾ, എക്സ്കവേഷൻസ് തെളിയിച്ചിട്ടുള്ളത്. ബാബിലോണിൽ നിന്ന് അത്തരം വീടുകൾ അവർ കണ്ടെടുത്തിട്ടുണ്ട്. സമ്പന്ന ഗ്രഹങ്ങളായിരുന്നു ആ കാലത്തെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ വീടുകൾ. അപ്പോൾ അങ്ങനെ വലിയ ഒരു പുരാതനമായ സമ്പന്നമായ വീട്ടിൽ താമസിച്ചിരുന്ന അബ്രഹാം, ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജസ്റ്റ് കേട്ടാൽ മതി. വായിക്കുന്നുണ്ട്, അബ്രഹാമിൻ്റെ പിതാക്കന്മാർ വിഗ്രഹാരാധകരായിരുന്നു. ഷേമിൻ്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നെങ്കിലും അവർ യഹോവയെ ദൈവം വിളിക്കുന്നത് വരെ അവരാരാധിച്ചിരുന്നത് വിഗ്രഹങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് ചിലരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിഗ്രഹ നിർമ്മാണമായിരുന്നു അവരുടെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് ഈ ജോഷുവയുടെ പുസ്തകത്തിലെ പരാമർശത്തിൻ്റെ വെളിച്ചത്തിലാണ്. എന്തോ ആവട്ടെ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ ദൈവം വിളിക്കുകയാണ് അബ്രഹാം. വിളി കേട്ടു അബ്രഹാം. അപ്പോൾ ദൈവം പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെ ഉപേക്ഷിക്കണം, പിതൃഭവനത്തെ ഉപേക്ഷിക്കണം, ബന്ധുക്കളെ ഉപേക്ഷിക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം, ഇനി നിങ്ങൾ ഉത്തരം പറ. എൻ്റെ ചോദ്യം, ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാ? പറ. അതായത് ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് അവന് സെക്യൂരിറ്റി കൊടുത്തിരുന്ന 3 കാര്യങ്ങളാണ്. അതായത് അവൻ്റെ നാട്, എൻ്റെ സ്വന്തം നാട്, അവിടെ അയാൾ ഭയങ്കര സെക്യൂറാണ്. അവിടെ അയാൾക്ക് ഇഷ്ടം പോലെ അയാളെ സഹായിക്കാൻ ആളുകളുണ്ട്. ഇനി പിതൃഭവനം, അവൻ്റെ വീട്, അവിടെ അവൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്. 3 ദേശം, പിതൃഭവനം, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, ഇതെല്ലാം സെക്യൂരിറ്റിയാണ്. അപ്പോൾ ദൈവം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം, ലിസൺ, കംപ്ലീറ്റായിട്ട്, എടാ നിന്നെ ഇനി സഹായിക്കാൻ നിൻ്റെ നാടുമില്ല, വീടുമില്ല, വീട്ടുകാരുമില്ല, നിന്നെ ഇനി സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിശ്വസിച്ച് നിനക്കിറങ്ങാമോ? ഉറക്കം വരുന്നോ? അങ്ങനെ വിശ്വസിച്ച് നിനക്കിറങ്ങാമോ? എൻ്റെ ചോദ്യം, ഇനി നിങ്ങൾ ഉത്തരം പറയണം. അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്തോ? ചെയ്തില്ല. അബ്രഹാം ചെയ്തില്ല. കാരണം ദൈവം പറഞ്ഞത് ദേശത്തെ ഉപേക്ഷിക്കണം, പിതൃഭവനത്തെ ഉപേക്ഷിക്കണം, ബന്ധുക്കളെ ഉപേക്ഷിക്കണം. എന്നാൽ അബ്രഹാം ബന്ധുക്കളെ ഉപേക്ഷിച്ചില്ല. ആരെയാണ് ഉപേക്ഷിക്കാത്തത്? ലോത്തിനെ. പോത്തിനെ അല്ല, ലോത്തിനെ ഉപേക്ഷിച്ചില്ല. അപ്പോൾ അബ്രഹാം ലോത്തിനെ, അപ്പോൾ എൻ്റെ ചോദ്യം, അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ലോത്തിനെ ഉപേക്ഷിക്കാഞ്ഞത്? അതിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഇതാണ്: ലോത്തിൻ്റെ അപ്പൻ, അബ്രഹാമിൻ്റെ ബ്രദർ, നേരത്തെ മരിച്ചു പോയിരുന്നു. ലോത്തിൻ്റെ അപ്പൻ്റെ പേര് ഹാരാൻ. അബ്രഹാമിൻ്റെ അപ്പൻ തേരാഹിന് 3 മക്കളാണ്. നാഹോറ്, ഹാരാൻ, അബ്രാം. ഇങ്ങനെ 3 മക്കളാണ്. അപ്പോൾ ഇതിലെ നടുക്കത്തെ ബ്രദർ, അയാളുടെ പേരെന്താ? ഹാരാൻ. ഹാരാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലവുമാണ്, ഒരു പേരുമാണ് കേട്ടോ. അപ്പോൾ ഹാരാൻ നേരത്തെ മരിച്ചുപോയി, ചെറുപ്പത്തിലേ മരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഹാരാൻ മരിച്ചുപോയി. അപ്പോൾ ഹാരാൻ അപ്പനില്ല, അബ്രഹാമിന് മക്കളുമില്ല. ഹാരാനല്ല, ലോത്തിന് അപ്പനുമില്ല,
അബ്രഹാമിന് മക്കളുമില്ല. അപ്പം ഇപ്പം ലോത്തപ്പം ആരാ? അബ്രഹാമിൻ്റെ മകൻ്റെ സ്ഥാനത്താണ്. അപ്പം അതാണ് അബ്രഹാം ഇവനെ കൊണ്ടുപോണത്. എന്നാൽ ദൈവം പറഞ്ഞത് ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെ ഉപേക്ഷിക്കണം. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ലോത്തിനെ എന്തിനു കൊണ്ടുപോയി? ഉത്തരം, അബ്രഹാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയെങ്ങാനും ഈ വിളിച്ച ദൈവം പറഞ്ഞ പദ്ധതി നടക്കാതെ പോയാൽ ഭാവിയിൽ ഇത്തിരി കഞ്ഞോളം തരാൻ ലോത്ത് ഉപകരിക്കും. അപ്പോൾ ലോത്ത് അബ്രഹാമിൻ്റെ ഇൻഷുറൻസ് പോളിസി ആയിരുന്നു. ഇൻഷുറൻസ് പോളിസി, സെക്യൂരിറ്റി. ഇനിയെങ്ങാനും ദൈവത്തിൻ്റെ പദ്ധതി നടക്കാതെ പോയാൽ എന്നെ ആര് സഹായിച്ചോളും? മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എൻ്റെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാം സമ്പൂർണമായി ദൈവത്തെ ആശ്രയിച്ചില്ല. ട്രസ്റ്റ്. അപ്പം ഇനി ഞാൻ പറഞ്ഞല്ലോ, ട്രസ്റ്റ് ഉണ്ടായാലേ പദ്ധതി നടക്കൂ. അപ്പം ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി ദൈവത്തിൻ്റെ പരിപാടി. നീ എന്നെ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്തില്ലല്ലോ. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ ലോത്തിനെ കൂടെ കൊണ്ടുപോകത്തില്ല. അപ്പം ഇനി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ മുഴുവൻ ലോത്തിനെ വെളിക്കളയാനുള്ള പരിപാടികളാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാനാൻ ദേശത്ത് ദൈവം പറയുകയാണ്, നിനക്ക് ഞാൻ നല്ല ഒരു നാട് തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണേ. ആ നല്ല നാട്ടിൽ ദൈവത്തെ സമ്പൂർണമായി വിശ്വസിക്കാത്ത, ആശ്രയിക്കാത്ത ഒരുത്തൻ കാല് കുത്തിയപ്പോൾ അവിടെ ക്ഷാമമായി. അവിടെ ഫാമിൻ, ക്ഷാമം. അങ്ങനെ വരേണ്ടതല്ല. ആ നാട്ടിൽ അങ്ങനെ വരേണ്ടതല്ല. മനസ്സിലാവുന്നുണ്ടോ? ട്രസ്റ്റ് ഇല്ലാത്ത ഒരുത്തൻ കാല് കുത്തിയപ്പോൾ നല്ല വിഭവസമൃദ്ധമായി എല്ലാം ഉണ്ടായിരുന്നൊരു നാട് പട്ടിണിയുടെ നാടായിട്ട് മാറി. ഇവിടെ നമ്മൾ വായിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഉൽപ്പത്തി 12 അബ്രഹാം പുറപ്പെടുകയാണ്. 4-ാമത്തെ വാക്യം ഉറക്കെ വായിക്കുക. ഉൽപ്പത്തി എല്ലാവരും വായിക്കണം. ഉൽപ്പത്തി 12:4 വായിക്കാം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ അതിനിടയ്ക്കുണ്ട്. ആദ്യം വിളിച്ചത് മെസപ്പൊട്ടേമിയയിൽ വെച്ചല്ലേ? മെസപ്പൊട്ടേമിയ വെച്ച് വിളിച്ചപ്പോൾ അപ്പനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. അപ്പനെയും ബ്രദേഴ്സിനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അപ്പൻ മരിക്കുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നാണ് 12-ാം അധ്യായത്തിൽ ഒന്നുകൂടെ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൻ മരിക്കുന്നവരെ. അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേരാരേലും ദൈവവിളിക്ക് പോവാ, സെമിനാരി പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തടയാൻ നിൽക്കരുത്. എന്താണെന്നറിയാം? നിങ്ങളെ കൊന്നിട്ടാണേലും അവരെ ദൈവം കൊണ്ടുപോകും. അതുകൊണ്ട് വിളച്ചിലെടുക്കരുത്, പണി വാങ്ങിക്കരുത്. എന്താണ്, നിങ്ങളെ പെട്ടെന്നൊരു ചുഴലിദീനം വന്ന് മരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ ദൈവവേലയ്ക്ക് ഇറങ്ങിയ വഴി കയറി തടസ്സം നിൽക്കരുത്. കരഞ്ഞും കാല് പിടിച്ചും തടസ്സം നിൽക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. അപ്പോൾ ഏതായാലും ദൈവം തേരഹ് മരിക്കുന്നവരെ വെയിറ്റ് ചെയ്തു. 5 കൊല്ലമാണ്. 5 കൊല്ലം വെയിറ്റ് ചെയ്തു. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോൾ 12-ാം അധ്യായത്തിൽ പിന്നെയും വിളിച്ചു. അപ്പോൾ ലോത്തിനെ പിന്നെ ബ്രദറിനോട് പറഞ്ഞു, നീ വരണ്ട, ഈ ചെറുക്കനാരും ഇല്ലല്ലോ, അവൻ എൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോത്തും അവൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രഹാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പോകുന്ന വഴിയിൽ ഉടനീളം അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചാണ് പോണത്. അപ്പോൾ ദൈവം ബലിപീഠം പണിഞ്ഞ് ആരാധിക്കും, ദൈവം പ്രത്യക്ഷപ്പെടും, അടുത്ത പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ റൂട്ട് മാപ്പ്. അങ്ങനെയാണ്. അടുത്ത വാക്യം, അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അബ്രഹാം
അപ്പോൾ ഇപ്പോഴവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ദൈവം കാണിച്ചു കൊടുത്ത ദേശത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇത്രയും നേരം ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ഇവിടം വെച്ച് അബ്രഹാമിൻ്റെ പ്രാർത്ഥന തീർന്നു. ബലിപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന പരിപാടി നിന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഈ ക്ഷാമം ഉണ്ടായപ്പോൾ ഇത്രയും നേരം ചെയ്തു വന്ന രീതി അനുസരിച്ച് അബ്രഹാം ചെയ്യേണ്ടിയിരുന്നത് ബലിപീഠം പണിത് കർത്താവിനെ ആരാധിച്ച് ദൈവം പറയുന്ന പോലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ തൽക്കാലത്തേക്ക് അബ്രഹാം ദൈവത്തെ അവിശ്വസിച്ചു, ട്രസ്റ്റ് ചെയ്തില്ല. ചെയ്യാതെ തൻ്റെ ബുദ്ധിയിൽ അബ്രഹാം ആലോചിച്ച് നോക്കി എന്ത് ചെയ്യും. അപ്പോൾ ആരോ പറഞ്ഞു ഈജിപ്തിൽ കുഴപ്പമില്ല, അവിടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യരാരോ പറഞ്ഞ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രഹാം അങ്ങോട്ട് യാത്ര തിരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇങ്ങനെ ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കാതെ ഇദ്ദേഹം യാത്ര തുടരുമ്പോൾ ദൈവം ഇനി പറയുന്നത്, ഇനി നിന്നെ ഇത് പഠിപ്പിച്ചെടുക്കണമല്ലോ, നീ എന്നെ ആശ്രയിക്കാൻ. അപ്പോൾ 2 ദുരന്തങ്ങൾ അബ്രഹാമിനുണ്ടായി. 2 ദുരന്തം. ഒന്നാമത്തേത് ഈ ദൈവം ആഗ്രഹിക്കാത്ത വഴിക്ക് പോയപ്പോഴുണ്ടായ 2 ഡാമേജ്. ഒന്നാമത്തേത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഫറവോ അടിച്ചുകൊണ്ട് പോയി, എന്നിട്ട് ഭാര്യയാക്കി. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ഭാര്യയെ തിരിച്ചു കിട്ടിയത്. കൂടാതെ അബ്രഹാമിന് അവിടെ വെച്ച് ഉണ്ടായ 2ാമത്തെ ഒരു ഡാമേജാണ് ഈജിപ്തുകാരിയായ ഹാഗാർ എന്ന് പറയുന്നൊരു വേലക്കാരി പെണ്ണിനെ ആ നാട്ടിൽ നിന്നാണ് കിട്ടിയത്. ഇനി അബ്രഹാമിൻ്റെ ജീവിതത്തെ സങ്കടക്കടലാക്കി മാറ്റുന്നത് ഈ പെണ്ണാണ്. മനസ്സിലാവുന്നുണ്ട്? ഇനി അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അപഹരിക്കാൻ പോണത് ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഈ പെണ്ണാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് ദൈവവചനം നമ്മൾ പറഞ്ഞു തരികയാണ്. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആജീവനാന്ത ദുഃഖത്തിന് കാരണമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ദൈവം പറയാത്ത വഴിക്ക് പോകുമ്പോൾ. അപ്പോൾ ഏതായാലും ഹാഗാറിനെയും കിട്ടി, ഒരു തരത്തിൽ ഭാര്യയെയും തിരിച്ചു കിട്ടി, പിന്നെ ഹാഗാറിനെ കിട്ടി. അത് പിന്നീടുള്ള വഴികളിൽ ദുഃഖത്തിന് കാരണമായി. അവിടെയും അബ്രഹാമിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ലോത്തിനെ പിരിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാവാതെ വന്നപ്പോൾ ദൈവം മറ്റ് ചില പ്രയാസങ്ങൾ അനുവദിച്ചു. ആ പ്രയാസമാണ് ലോത്തിൻ്റെ വേലക്കാരും അബ്രഹാമിൻ്റെ വേലക്കാരും തമ്മിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി. അവർ തമ്മിൽ അടിയുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും സമാധാനമില്ല. അബ്രഹാം ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇവനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന്, ഇവൻ കാരണം എനിക്കൊരു സമാധാനമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മര്യാദയ്ക്ക് നേരത്തെ വീട്ടിൽ അവരെ ബന്ധുക്കളുടെ കൂടെ നിർത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ തനിക്കൊരു സെക്യൂരിറ്റി ആവുമെന്നോർത്ത് ഇവൻ കൂടെ കൂട്ടിയത് ഇവന് ബാധ്യതയാവുകയാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, നമുക്ക് സംരക്ഷണമാകും, നമുക്ക് സഹായമാവും എന്നൊക്കെ കരുതി ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മളെടുത്ത് തലയിൽ വെക്കുന്നതെല്ലാം പിന്നീട് നമുക്ക് ബാധ്യതയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് ആജീവനാന്ത ബാധ്യതയായിട്ട് മാറും ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അബ്രഹാമിന് ലോത്ത് എപ്പോഴും വഴക്ക്. അങ്ങനെ അബ്രഹാം ജീവിതത്തിൽ ഒരു പാഠം പഠിക്കാൻ പോവാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങളുണ്ടായത് ഞാൻ ദൈവത്തെ പരിപൂർണമായി ആശ്രയിച്ച് അനുസരിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലായപ്പോൾ ലോത്തിനെ വിളിച്ച് അബ്രഹാം പറയുകയാണ്, മകനെ, നമ്മൾ ഇനി ഒരുമിച്ച് താമസിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, നിനക്കിഷ്ടമുള്ളത് എടുത്തോളുക. നീ അങ്ങോട്ട് പോയാൽ ഞാൻ ഇങ്ങോട്ട് പൊക്കോളാം, നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാറ്, നീ തൃശ്ശൂരിന് പോയാൽ ഞാൻ തിരുവനന്തപുരത്തിന് പൊക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ലോത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലം കൊടുത്തു. അവൻ ഈ സോവാറിന് കിഴക്കുള്ള ഈ സോദോം ഗൊമോറ പ്രദേശം അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയുമ്പോൾ ഒരധ്യായം അവസാനിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് അവിടെ തീരും. ഒരു കാര്യം അബ്രഹാം പഠിച്ചു. എന്താണ്? ദൈവത്തെ ട്രസ്റ്റ് ചെയ്തോണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഇങ്ങനെയാണ് ദൈവം നമ്മളെയും പഠിപ്പിച്ചത്. ഓരോ കാര്യങ്ങൾ ദൈവം പറഞ്ഞു തന്ന് നമ്മളെ പല അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടാണ് സമ്പൂർണമായി ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നത്. അത് പല ദുരനുഭവങ്ങളിലൂടെയാണ്, പല വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ്, പല അപമാനങ്ങളിലൂടെയാണ്. ഇവിടെ അബ്രഹാം നന്നായിട്ട് എളിമപ്പെട്ടോ? നീ എന്തിനാടാ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് രാജാവ് വിളിച്ച്, നിൻ്റെ ഭാര്യ നീ സഹോദരിയാണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് അബ്രഹാം അവിടെ ഒരു അപമാനം.
ഭാര്യ അടിച്ചുകൊണ്ട് പോയി, വേറൊരു അപമാനം. ഇനി വീട്ടിൽ ലോത്തിൻ്റെ വേലക്കാർ, അബ്രഹാമിൻ്റെ അപ്പൻ്റെ വേലക്കാരോട് വഴക്ക്, അപമാനം. ഈ അപമാനങ്ങളിലൂടെയെല്ലാം അബ്രഹാം പോകുമ്പോൾ അബ്രഹാം നന്നായിട്ട് എളിമപ്പെട്ടു. നിങ്ങളുടെ ഈ 3 വാക്കുകൾ മനസ്സിൽ വേണം: എളിമ, ട്രസ്റ്റ്, ഹ്യൂമിലിറ്റി, ട്രസ്റ്റ്, ഹോളിനെസ്. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി അത് തെറ്റായിപ്പോയി. അപ്പോൾ അബ്രഹാം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവൻ ഈ വന്ന വഴിയെ തന്നെ മടങ്ങി വരികയാണ്. അത് നമുക്കൊന്ന് വായിക്കാം. അത് ഉൽപ്പത്തി പുസ്തകം, ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബഥേൽ, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, വന്ന റൂട്ടാണിത്. നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയിൽ മുമ്പ് കൂടാരമടിച്ചതും ആദ്യം ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്ത് അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം മനസ്സിലായി അനുദപിക്കുകയാണ്, തെറ്റ് തിരുത്തുകയാണ്. ഈ റോങ് റൂട്ട് പോയ വഴിയേ അതേ റൂട്ടിലൂടെ തിരിച്ചു വന്ന് ആദ്യം കാനാൻ ദേശത്തെത്തിയപ്പോൾ ആദ്യം ചെന്ന് താമസിച്ച് ബലിപീഠം പണിത ആ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് അബ്രാം തൻ്റെ തെറ്റ് തിരുത്തുകയാണ്. രണ്ടാമത്തെ തെറ്റ് തിരുത്തുന്നത് ലോത്തിനെ തന്നിൽ നിന്ന് വേർപിരിഞ്ഞ് പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ 2 രീതിയിൽ അദ്ദേഹം അനുദപിച്ച് തൻ്റെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള സന്നദ്ധത ദൈവത്തെ അറിയിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ സമയത്ത് ലോത്തിൽ നിന്ന് വേർപിരിഞ്ഞ് കഴിഞ്ഞ് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. അതുവരെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വായിച്ചേ വാക്യം 14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. കണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം, ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് വായിക്കേണ്ടത് 15-ാം അധ്യായമാണ്. 15-ാം അധ്യായം. അപ്പോൾ ദൈവത്തെ ഇദ്ദേഹം വിശ്വസിച്ചും ആശ്രയിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് പിന്നെയും സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പിന്നെയും ദൈവത്തെ സമ്പൂർണമായി വിശ്വസിക്കാൻ തടസ്സങ്ങളുണ്ട്. നിങ്ങൾ മടുത്തോ? ഞാനിങ്ങനെ ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ മടുക്കുന്നുണ്ടോ? മടുത്താലും ഞാൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നേ പറയാവൂ കേട്ടോ. അല്ലെങ്കിൽ ഞാനിന്ന് തിരുവനന്തപുരം വരെ വിഷമിച്ച് വണ്ടി ഓടിക്കേണ്ടി വരും. മടുത്തില്ലെന്നേ പറയാവൂ കേട്ടോ. ഉറങ്ങിക്കൊണ്ടാണേലും ഇല്ലയെന്നേ പറയാവൂ. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രാം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ഇനിയും കുറച്ച് ഡൗട്ടുണ്ട്. എന്താ ഡൗട്ട്? നമുക്ക് വായിക്കാം. അബ്രാമിൻ്റെ മനസ്സിൽ ഇനിയും കുറച്ച് സംശയമുണ്ട്. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവേ, എന്നെ നോക്കിയേ കർത്താവേ, കാര്യമൊക്കെ ശരിയാണ്, അത് സംഭവമൊക്കെ ഉള്ളതാണ്, ഞാൻ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രയാസം വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിലൊരു സംശയം വരുന്നുണ്ട്. എന്താണെന്നറിയോ? ദൈവമേ, എനിക്കിഷ്ടം പോലെ സമ്പത്തെല്ലാം നീ തന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് നീ തന്ന എല്ലാ സമൃദ്ധിയും ഞാൻ ആർക്കു വേണ്ടി അവശേഷിപ്പിച്ചിട്ട് കടന്നു പോകണം? ദമാസ്കസുകാരൻ ഏലിയാസർ എന്ന എൻ്റെ കാര്യസ്ഥനാണ് ഇനി എൻ്റെ സ്വത്തിൻ്റെ അവകാശി. ദൈവമേ, എനിക്ക് നീ ഒരു കൊച്ചിനെ തന്നിട്ടില്ല. ഇതാണ് അബ്രഹാമിൻ്റെ സങ്കടം. അപ്പോൾ 4-ാമത്തെ വാക്യം, വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ദമാസ്കസുകാരൻ ഏലിയാസർ ആയിരിക്കില്ല, മറിച്ച് നിന്റെ മകൻ തന്നെ ആയിരിക്കും. അവിടുന്ന് അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, എടാ, നീ പ്രയാസപ്പെടണ്ട, ഇത് ഏലിയാസർ അല്ല നിന്റെ അവകാശി, നിന്റെ മകൻ തന്നെയാണ്. അതെങ്ങനെയാണ് എന്ന് അബ്രാം ഉള്ളിൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദൈവം 5-ാമത്തെ വാക്യം, അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. ഇതെങ്ങനെയാ സംഭവിക്കാൻ പോണേന്ന് ഞാൻ പറഞ്ഞുതരാം. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ
ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയും. ഈ ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുക്കുന്നവർ പറയണം, അബ്രഹാം പുറത്തേക്കിറങ്ങി മേളിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രത്തെ കണ്ടോ? കണ്ടില്ല. കണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കണ്ടില്ല. കാരണം ഇത് പകലാണ്. പകലാണെന്നുള്ളതിൻ്റെ തെളിവ് 17-ാമത്തെ വാക്യം, അതേ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നേരമാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഈ 17-ാമത്തെ വാക്യത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി വെളിയിലോട്ട് കൊണ്ടുവന്നത് സന്ധ്യക്കല്ല, പകലാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ദൈവം ചോദിച്ചതെന്താ? ഈ മേളി കാണുന്ന നക്ഷത്രത്തെ കാണാമോ? കാണാമെന്നല്ല, അതിൻ്റെ എണ്ണം എടുക്കാൻ കഴിയുമോ? അപ്പോൾ എൻ്റെ ചോദ്യം, അബ്രഹാം നക്ഷത്രത്തെ കണ്ടോ? അപ്പോൾ പിന്നെ എന്താ ദൈവം പറഞ്ഞേ? ദൈവം പറഞ്ഞ ഇതാണ്, അബ്രഹാം വെളിയിലേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് നക്ഷത്രത്തെ കാണാൻ പറ്റില്ല. നക്ഷത്രത്തെ കാണാൻ പറ്റില്ല എന്ന് കരുതി നക്ഷത്രം അവിടെ ഇല്ലെന്ന് നീ വിചാരിക്കരുത്. കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, നക്ഷത്രം അവിടെ തന്നെ ഉണ്ട്. രാത്രിയാവുമ്പോൾ കാണാം, കുറച്ച് കഴിയുമ്പോൾ കാണാം, കുറച്ച് സമയം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ന് കാണാൻ പറ്റാത്തത് അന്ന് കാണാം. ഇന്ന് ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, മേളിലോട്ട് നോക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് നക്ഷത്രത്തിൻ്റെ എണ്ണം എടുക്കാനാണ്. നീ പറയുന്നു നക്ഷത്രം ഇല്ലെന്ന്. നക്ഷത്രം ഉണ്ടടാ, നിനക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇതുപോലെയാണ്, നീ കാണുന്നില്ലെങ്കിലും വരാൻ പോകുന്ന നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ കാണുന്നുണ്ട്. നീ കാണുന്നില്ലെന്ന് കരുതി അതവിടെ ഇല്ലെന്നർത്ഥമില്ല, അതുണ്ട്. നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ഫെബ്രുവരി മാസം എത്രാം തീയതി? 16. ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി അബ്രഹാമിൻ്റെ കുറച്ച് മക്കൾ ഇവിടെ ഇരുന്ന് അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അന്ന് ആ പകൽ പച്ച വെളിച്ചത്തിൽ പട്ടാപ്പകലിൽ അബ്രഹാം കണ്ടില്ലെങ്കിലും ദൈവം കണ്ടിരുന്നു. ഹല്ലേലൂയാ. ദൈവം കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, നീ കണ്ടിട്ടല്ലടാ വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കണം. നീ കണ്ടിട്ടല്ല വിശ്വസിക്കുക, നീ കാണാതെ വിശ്വസിക്കുക. എന്നെ ട്രസ്റ്റ് ചെയ്യടാ, എന്നെ ട്രസ്റ്റ് ചെയ്യ്. നീ കണ്ടിട്ടില്ലാത്തത് പലതും നിനക്ക് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. നീ സ്വപ്നം കണ്ടിട്ടില്ലാത്തത് പലതും നിനക്ക് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് അബ്രഹാം അതെന്ത് ചെയ്തു? അബ്രഹാം അത് വിശ്വസിച്ചു. അല്ലാതെ കണ്ടിട്ട്, നക്ഷത്രത്തെ കണ്ടിട്ട് വിശ്വസിച്ചല്ല. അബ്രഹാം കാണാതെ വിശ്വസിച്ചു. ദൈവം അതവന് നീതീകരണമായി കണക്കാക്കി. ഈ വചനമാണ് അപ്പോസ്തലനായ പൗലോസ് പിന്നീട് റോമാലേഖനത്തിൽ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ എടുക്കുന്നത്. അവൻ വിശ്വസിച്ചു, അവനത് നീതീകരണമായി ദൈവം കണക്കാക്കി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയ മക്കളെ, കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ 3 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാവാൻ ആഗ്രഹിക്കണം. എന്താണ്? 1 എളിമ, 2 ട്രസ്റ്റ്, 3 വിശുദ്ധി. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ശാപത്തിലല്ല, പിന്നെ നിങ്ങളുടെ ജീവിതം ദൈവം എടുത്ത് ഉപയോഗിക്കുന്നൊരു ജീവിതമാണ്. ഇന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തത് എളിമയില്ലാത്തത് കൊണ്ടും ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹമില്ലാത്തത് കൊണ്ടുമാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ബൈബിള് മുഴുവൻ വായിച്ച് പഠിച്ചതിൻ്റെ കഴിഞ്ഞ 10-20 വർഷത്തെ ബൈബിൾ വായനയുടെ കാച്ചിക്കുറുക്കിയ സത്താണ് നിങ്ങളോട് പറയുന്നത്. സത്ത് ഇതാണ് ബൈബിളിൻ്റെ കഥ. ദൈവം വിളിക്കുന്നത് ഈ 3 കാര്യത്തിലേക്കാണ്: എളിമ, വിശ്വാസം, വിശുദ്ധി. ഇതിനുവേണ്ടി ആഗ്രഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ സഹനങ്ങൾ ഒത്തിരി കുറയും. നമ്മൾ ബോധപൂർവ്വം, ഇതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച്
നിന്റെ കുരിശും എടുത്തിട്ട് വാ. നമ്മൾ ദൈവം നമുക്ക് ഈ ജീവിതത്തിൽ തന്നിട്ടുള്ള കുരിശുകൾ സന്തോഷത്തോടെ എടുത്താൽ വേറെ കുരിശ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ സിസ്റ്റേഴ്സ് ജീവിക്കുമ്പോൾ ഈശോ മിശിഹ മരിച്ചോന്ന് പടയാളികൾ എങ്ങനെ പരിശോധിച്ചേ? കുത്തി നോക്കി അല്ലേ? മാമോദീസായിൽ നമ്മൾ ലോകത്തോട് പ്രഖ്യാപനം നടത്തി, നമ്മൾ മരിച്ചെന്ന്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. നമ്മൾ മരിച്ചോന്ന് ടെസ്റ്റ് ചെയ്യാൻ മഠത്തിൽ കുറച്ച് സിസ്റ്റേഴ്സിനെ ദൈവം നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? കുത്താൻ. അവർ കുത്തുമ്പോൾ ആ കുന്തം എടുത്ത് തിരിച്ചു കുത്താതെ അത് സഹിച്ചാൽ സിസ്റ്ററിന് വേറെ ഒരുപാട് കോടാലികൾ മാറിപ്പോവും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ അത് 100% ബോധ്യത്തോടെ ഞാൻ പറയണേ. നമുക്ക് ദൈവം തരുന്ന കുഞ്ഞു 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 സാധനങ്ങളെ അത് 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 അന്നേരം വഴക്കുണ്ടാക്കാൻ പോവാതെ, അന്നേരം കൊടി പിടിക്കാൻ പോവാതെ, അന്നേരം മറുതലിക്കാൻ പോവാതെ നമ്മളത് സന്തോഷത്തോടെ എടുത്താൽ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് നമ്മളെ, ഞാൻ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് കാല് വയ്യാത്തവരുണ്ടെങ്കിൽ പിതാക്കന്മാരിരുന്നോണേ, അച്ഛന്മാരൊക്കെ വയ്യാത്തവരൊക്കെ ഇരുന്നോ. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് ഇരുത്തത്തുള്ളൂ. നിങ്ങൾ ആരോഗ്യമുള്ളവർ നിൽക്കുക, അല്ലാത്തവരിരുന്നോണം കേട്ടോ. എന്താണെന്നറിയാം, ഞാൻ പെട്ടെന്നൊരു അനുഭവം പറയാം. ഞാൻ 2010, 11, 12 ആ കാലങ്ങളിൽ ഈ തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇടവകയിലെ വികാരിച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അവരാ കാലഘട്ടങ്ങളിൽ വിളിച്ചിരുന്ന മുദ്രാവാക്യം തിരുവനന്തപുരത്തു നിന്നൊരച്ഛൻ വന്നാൽ ഒറ്റക്കാലനായേ തിരിച്ചു പോകൂ എന്നായിരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ എനിക്ക് 2 കാലും വേണം, എനിക്ക് 2 കാലും വേണം, എനിക്ക് 2 കാലും വേണം, എന്നെ വിടരുത് എന്ന് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ 10ാമത്തെ അച്ഛനോടാണ് ഈ ചോദിക്കുന്നത്, പോകാമോ? അച്ഛനെങ്കിലും യേശു പറയുന്നതാണ് ഞാൻ ഓർത്ത്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പോയി. എനിക്ക് വലിയ പീഡാനുഭവത്തിൻ്റെ ഒരു കാലമായിരുന്നു അത്. പീഡാനുഭവത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൈവം എന്നെ പരിശീലിപ്പിച്ച് ഒരുക്കിയ കാലം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ഉറങ്ങാതിരുന്ന രാത്രികൾ, പള്ളിക്കകത്തിരുന്ന് നേരം വിളിപ്പിച്ച രാത്രികൾ, അങ്ങനെ എന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു കാലമാണ്. ഏതായാലും 3 കൊല്ലം കഴിഞ്ഞു. ആ സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ ഇടവക ഭയങ്കര ശാന്തമായിട്ട് മാറി. എന്നെ കാല് വെട്ടി തിരുവനന്തപുരത്തേക്ക് ഒറ്റക്കാലനായി തിരിച്ചയക്കുമെന്ന് പറഞ്ഞിരുന്ന യുവജനങ്ങളുടെ നേതാവാണ് ഇന്ന് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ മാനേജർ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ. അങ്ങനെ ആ ഇടവക എല്ലാം നല്ലതായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശാന്തമായി. അപ്പോൾ എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായി. സ്വാഭാവികമാണല്ലോ എനിക്ക്, കാരണം ദൈവം പ്രവർത്തിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പിതാക്കന്മാരെ കയറ്റാതിരുന്ന, ഒരു പിതാവിനെ പൂട്ടിയിട്ട, 2 അച്ഛന്മാരെ വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ അടച്ചിട്ട, ആംപ്ലിഫയറും സൗണ്ട് സിസ്റ്റമൊക്കെ അന്തരീക്ഷത്തിൽ എറിഞ്ഞു കളഞ്ഞ ഒരു പള്ളിയിൽ സമാധാനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊരു അഹങ്കാരമൊക്കെ വന്നു. ഞാനും ഈ പോൾസൻ ചേട്ടനും കൂടെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവർ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരെയും സമ്മതിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി ഗമയൊക്കെ ഉണ്ട് തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഞാനൊക്കെ തിരുവനന്തപുരത്ത് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം എന്നോട് പറഞ്ഞിരുന്നു. അവിടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞു. വേറൊരു ശുശ്രൂഷയും തന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ, എനിക്ക് താമസിക്കാനായിട്ട് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ, എനിക്ക് അവിടെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ എങ്ങനെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അവിടെ എൻ്റെ മുറി തയ്യാറാക്കപ്പെട്ടിട്ടില്ല, എനിക്കവിടെ മുറിയില്ല. അപ്പോൾ ആ മുറിയില്ലല്ലേ, മുറിയൊന്നും ഇല്ലല്ലേ. ഞാൻ എന്താ പ്രതീക്ഷിച്ചേ? ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഭയങ്കര ഒരു നേട്ടം കൊയ്തിട്ട് വരികയാണ്. അപ്പോൾ എന്നെ ഇങ്ങനൊന്നും അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നോട് അവിടെയുള്ള ഒരു സഹോദരൻ പറഞ്ഞു, ആ ഗസ്റ്റ് റൂമിലെങ്ങാനും കൊണ്ടുപോയി സാധനം കൊണ്ടുവെക്കാൻ പറഞ്ഞു, ഇവിടെങ്ങും സൗകര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എനിക്ക് ഉള്ള ആത്മീയതയിൽ ഞാൻ അതിനെ സന്തോഷത്തോടെ എടുക്കാൻ ശ്രമിച്ചു. ഞാൻ സാധനം എല്ലാം കൊണ്ടുപോയി ആ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവച്ചിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ ഇരുന്ന, ദൈവമേ ഈ താമസിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. എന്നാലും ഞാൻ വിളിച്ചു ചോദിക്കാനൊന്നും പോയില്ല. അപ്പോൾ എന്നോട് അവിടെയുള്ള അച്ഛൻ പറഞ്ഞു, അച്ഛാ
ഇവിടെ ഒരു റൂം റെഡിയാവുന്നുണ്ട്, പക്ഷെ അത് സമയമെടുക്കും. ഇനി ഒരു 2-3 വീക്സ് എടുക്കും അത് റെഡിയാവാൻ. അതുവരെ അപ്പച്ചൻ തൽക്കാലം അച്ഛന് വേണ്ടി ആയിരിക്കും അത്, എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. ഒരു റൂം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, മേ ബി അച്ഛന് വേണ്ടി ആയിരിക്കും അത് പക്ഷേ കുറച്ച് സമയം എടുക്കും, 1 മാസമൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ അച്ഛൻ തൽക്കാലം ആ ഗസ്റ്റ് റൂമിലൊക്കെ നിൽക്കേ. അത് സാരമില്ല, ഈ സാധനമെല്ലാം ഉണ്ട്, പുസ്തകം അതും ഇതെല്ലാം ഉണ്ടല്ലോ, എല്ലാം ഞാൻ അഴിക്കാതെ എല്ലാം അവിടെ വെച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ, എൻ്റെ നല്ല ആത്മസുഹൃത്തായ ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാനിയലെ നീ തിരുവനന്തപുരത്ത് വന്നോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്ന്. അയ്യോ ഞാനും ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അദ്ദേഹം വേറൊരു ശുശ്രൂഷാ കേന്ദ്രത്തിൻ്റെ പേര് പറഞ്ഞു, അവിടെയാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി നീ വരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10-20 വണ്ടികളൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ഈ സ്ഥലം മാറി വരികയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെ എത്ര വണ്ടിയിൽ ആളുകൾ കൊണ്ടുവിട്ടു? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ തന്നെ വന്നത്. അതെങ്ങനെ ഞാൻ പറഞ്ഞു അതെങ്ങനെ, അതെന്തിനാ നമുക്ക് തന്നെ പോയ പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനല്ല, ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എൻ്റെ ഇടവക്കാർ നിൻ്റെ ഇടവക്കാർ കൂട്ടല്ല, അവർക്ക് ഭയങ്കര സ്നേഹമാണ്, അവരെന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടുകാരനല്ലേ അങ്ങനെ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പോവല്ലേ, എൻ്റെ മുറിയിൽ ഇതെല്ലാം എടുത്തു വെക്കാനൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ആ സ്ഥാപനം നേരത്തെ അറിയാം. ആ സ്ഥാപനത്തിൽ ഞാൻ നോക്കുമ്പോൾ വളരെ പലേഷ്യസായ ഒരു മുറി, വളരെ സമ്പന്നമായ ഒരു മുറി എൻ്റെ കൂട്ടുകാരൻ അച്ഛന് വേണ്ടി അവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ മുറി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നെന്നറിഞ്ഞ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. എനിക്ക് ആദ്യത്തെ സംഭവത്തിൽ തോന്നാതിരുന്ന വിഷമം ഇപ്പോൾ വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ 3 കൊല്ലം ഞാൻ ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മേളിൽ ഇരുന്നിട്ട് വരികയാണ്. പോട്ടെ, സ്വീകരിക്കാനൊന്നും ആരും വേണ്ട, എനിക്കൊരു മുറി പോലും തന്നിട്ടില്ല. മനഃപൂർവ്വം തരാത്തല്ല, ഞാൻ വരുന്ന കാര്യം, ഞാൻ വരുന്ന ഡേറ്റൊന്നും ആരും ഓർത്തില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അത്രയും മാത്രം ഓർക്കാൻ മാത്രമൊന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഞാൻ എന്തോ ചെയ്തെന്നുള്ള വലിയൊരു ഗമയാണ്. എന്നാൽ ദൈവം സൗകര്യപൂർവ്വം മനുഷ്യർ എന്നെ മറന്നു പോകാൻ ഇടയാക്കി. എന്നെ മനുഷ്യർ മനഃപൂർവ്വം ആരും അങ്ങനെ ചെയ്യില്ല, അവർ വിട്ടുപോയി. ഇങ്ങനെ ഒരാൾ വരുന്നു എന്ന് അവർ വിട്ടുപോയി. ദൈവം മനഃപൂർവ്വം ആ ഓർമ്മ അവരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എൻ്റെ കൂട്ടുകാരൻ അച്ഛനോട് അത് പ്രകടിപ്പിച്ചില്ല. ഞാൻ പുള്ളിയുടെ മുറിയെല്ലാം അടുക്കാനൊക്കെ സഹായിച്ചിട്ട് തിരിച്ച് എൻ്റെ ഗസ്റ്റ് റൂമിലേക്ക് പോയി ആ മുറിക്ക് അടച്ചിരുന്നിട്ട് ഞാൻ വിഷമിച്ച് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്തോ ഒരു അന്യായമാണിത്. ഒരു സമാധാനമുള്ള ഒരു 2 കൊല്ലത്തോളം ഞാൻ തീക്കകത്താണിരുന്നത്. എനിക്കൊരു എൻ്റെ ബുക്ക്, എനിക്കതെല്ലാം ഒന്ന് എടുത്തു വെച്ച് സമാധാനമായിട്ടിരിക്കാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുറിയെങ്കിലും എൻ്റെ അവകാശമല്ലേ. അതൊന്നും ആരും ഓർത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോയിരിക്കാൻ ഒരു പ്രേരണ കിട്ടി. ഞാൻ പള്ളിയിൽ പോയിരിക്കുമ്പോൾ അന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു. ഒരു ദൈവസ്വരം എനിക്ക് കിട്ടി. ആ സ്വരം ഇതാണ്: മറ്റാരുടെയും ജീവിതവുമായി നിൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. എന്നോട് ദൈവം പറയാം, മറ്റാരുടെയും ജീവിതവുമായി നിൻ്റെ ജീവിതത്തെ നീ താരതമ്യം ചെയ്യരുത്. കളക്ടറാവാനുള്ള പരിശീലനമല്ല ഡോക്ടറാവാനുള്ള പരിശീലനമല്ല ടീച്ചറാവാനുള്ള പരിശീലനമല്ല അച്ഛനാവാൻ. ശ്രദ്ധിച്ചോണം, ഒരാളുടെ നിയോഗമനുസരിച്ച് അയാൾക്കുണ്ടാകുന്ന പരിശീലനങ്ങളും വ്യത്യാസമുള്ളതാണ്. കർത്താവ് പറയാണ്, ഒരാളുടെ നിയോഗം, അയാളെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതനുസരിച്ച് അയാൾക്കുണ്ടാവുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ്. നിന്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ നിയോഗമല്ല നിന്റെ നിയോഗം. നിന്നെ ഞാൻ ചെയ്യിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ആവശ്യമാണ്. എൻ്റെ ദുഃഖം പോയി, ഞാൻ സന്തോഷവാനായി. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പരിശീലിപ്പിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മുഴുവൻ സമയ സുവിശേഷകനായി മാറിയപ്പോൾ ഞാൻ വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ കട്ടിലില്ല, മുറിയില്ല, പായില്ല, ന്യൂസ് പേപ്പറോ ചാക്കോ വിരിച്ച് വഴിയരികിൽ കിടന്ന ദിവസങ്ങളുണ്ട്. പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രഭാത കൃത്യങ്ങൾക്ക് പറമ്പിൽ പോയിരുന്ന ദിവസങ്ങളുണ്ട്. എനിക്ക് അതെല്ലാം പറ്റും, കാരണം
നല്ല പരിശീലനം അതിന് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നോ അതിന് പറ്റിയ പരിശീലനമാണ് ദൈവം തരാൻ പോണത്. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തെ വേറൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തരുത്. ഒരാളുടെ ആ കുടുംബത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി ദൈവം നമ്മളെ എളിമപ്പെടുത്താൻ, ഞാനതാ പറഞ്ഞു, എളിമപ്പെടുത്തിയാലേ കുറേ സംഭവം വരൂ. എളിമപ്പെടുത്തിയാൽ, ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മളിലുണ്ടായാൽ ദൈവത്തിന് ഒത്തിരി ചെയ്യാൻ പറ്റും. ഇനി കരങ്ങൾ ഉയർത്തുക, കണ്ണടയ്ക്കുക, ആരെയും ശ്രദ്ധിക്കരുത്. ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതര തുറന്ന് ആരെയും ശ്രദ്ധിക്കരുത്. ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ, നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ. കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ദൈവത്തെ സ്തുതിച്ചാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ദൈവത്തെ സ്തുതിച്ചാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇരിക്കാം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തെ ദൈവം എളിമപ്പെടലിലേക്കും ദൈവാശ്രയത്വത്തിലേക്കും നയിച്ച വഴികളിൽ ഇനി വിശുദ്ധിയിലേക്ക് നയിച്ച ഒരു വഴി, കൂടുതൽ വിശുദ്ധീകരണം അബ്രഹാമിന് സംഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം കടന്നുപോയ ചില അനുഭവങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം. അപ്പോൾ വിശ്വസിച്ച്
ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. എന്നാൽ അബ്രഹാമിന് ഇടയ്ക്ക് ഒരു സമയത്ത് ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. ഹാഗാറും ഇസ്മായേലും. വായിക്കാം. അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി സാറായി അബ്രഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ എനിക്ക് വരം. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നിന്റെ മകൻ തന്നെ ആയിരിക്കും അല്ലെ, സാറായിൽ നിന്ന് പിറക്കുന്ന നിന്റെ മകൻ. അപ്പോൾ സാറ അവിശ്വസിക്കുകയാണ്. ദൈവം എനിക്ക് മക്കളുണ്ടാവാൻ വരം തന്നിട്ടില്ല, നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. എന്താണ് അതിൻ്റെ ധ്വനി? ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചില്ല, സാറായിയുടെ വാക്ക് അനുസരിച്ചു. അങ്ങനെ ഹാഗാർ ഗർഭിണിയായി. അവളിൽ നിന്ന് ഇസ്മായേൽ എന്ന ഒരു കുഞ്ഞ് ഉണ്ടാവുകയാണ്. എന്നാൽ 17-ാം അധ്യായത്തിൽ ദൈവം ഒരു വാക്ക് പറയുന്നുണ്ട്. 17:1 വായിക്കാം. 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ, അതായത് ഈ പരിപാടി നടന്ന്, അതായത് ഈ ദൈവ വഴിയിൽ നിന്ന് മാറി നടന്ന ഈ പ്രവൃത്തി, ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ച ഈ പ്രവൃത്തി നടന്ന് 15 വർഷത്തേക്ക് പിന്നെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടില്ല. 16-ാം അധ്യായത്തിനും 17-ാം അധ്യായത്തിനും ഇടയിൽ എത്ര വർഷത്തിൻ്റെ ഇടവേളയുണ്ട്? 15 വർഷം. 15 വർഷത്തേക്ക് ദൈവം ആ പഞ്ചായത്തിൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? നീ സാറായുടെ വാക്കല്ലേ വിശ്വസിച്ചേ. 15 വർഷം കഴിഞ്ഞു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു. അതായത് ഒരു വാക്ക് പോലും ബൈബിളിൽ വെറുതെ എഴുതില്ല. ചുമ്മാ ദൈവം പറയുമ്പോൾ ഞാൻ സർവശക്തനാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. വായിക്കുക. സർവശക്തനായ ദൈവമാണ് ഞാൻ. മനസ്സിലായോ? എന്താ എൻ്റെ അർത്ഥം? നീ എന്താ അബദ്ധമായി കാണിച്ചേ? നീ എന്താ വിചാരിച്ച എനിക്ക് ശക്തിയില്ലെന്നോ? നീ എന്താ വിചാരിച്ച സാറായിൽ നിന്ന് നിനക്ക് കുഞ്ഞിനെ തരാൻ എനിക്ക് പറ്റില്ലെന്നോ? നീ എന്താ വിചാരിച്ചേ വന്ധ്യയായ സാറായുടെ ഉദരം പുഷ്പിക്കുകയില്ലെന്നോ? എടാ, ഞാൻ ആരാണ്? സർവശക്തൻ. ഞാൻ സർവശക്തനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. എന്താണ് ഇവിടുത്തെ കുറ്റം? ഹാഗാറിനെ ഭാര്യയാക്കിയത്. കണ്ടോ? കറക്റ്റ് ചെയ്യണം. ആ 15 വർഷം കഴിഞ്ഞ് ഹാഗാറിൻ്റെ കുഞ്ഞായി ഇസ്മായേലിൽ നിന്ന് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. അബ്രഹാം അതിൻ്റെ തിരിച്ചടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ അബദ്ധം കാണിച്ചതാണ്. നീ എന്താണ് എന്നെ വിശ്വസിക്കാതിരുന്നത്? നീ എന്താണ് എന്നെ അനുസരിക്കാതിരുന്നത്? കുറ്റമറ്റവനായിട്ട് ജീവിച്ചോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അടുത്ത വാക്യം, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ. അത് നീ പറയുന്ന വഴിക്കല്ല, നീ ചിന്തിക്കുന്ന വഴിക്ക്, ഹാഗാറിൽ നിന്നല്ല. ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരും. നീ എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിട്ട് വ്യാപരിക്ക്. ഞാൻ സർവശക്തനാണ്. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചു, സമ്മതിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായല്ലേ എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹാം എന്ന് ആയിരിക്കും. ഇനി ഞാൻ നിങ്ങളെടുക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം. ഉൽപ്പത്തി 21-ാം അധ്യായം 21:1. ദൈവം പറഞ്ഞ അനുസരിച്ച് ഇസ്മായേലല്ല, ഇസഹാക്ക് ജനിക്കുകയാണ്. വായിക്കാം. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിക്കും. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു. ഇനി സംഭവിക്കുന്നത്, ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് സാറായുടെ സ്വഭാവം മാറി. ഇത്രയും നാൾ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ഇവൾ ഗർഭിണിയായിരുന്നപ്പോൾ ഒന്ന് പീഡിപ്പിച്ചാണ് അവൾ ഒളിച്ചോടിയിട്ട് പിന്നെ തിരിച്ചു വന്നു. കൊച്ചൂടുണ്ടായി കഴിഞ്ഞ് സാറായുടെ വിധം മാറി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ, വാക്യം 9, തൻ്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറാ. ആ പയ്യന് വേറെ എന്തെങ്കിലും ചെയ്തോ? അവനാകെ ചെയ്തത് തൻ്റെ അനിയൻ്റെ കൂടെ കളിച്ചു.
ഇത് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. സാറാ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഈ ചെറുക്കൻ എന്തിനാണ് എൻ്റെ ചെറുക്കൻ്റെ കൂടെ കളിക്കുന്നത്? അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഈ നിമിഷം എന്തു ചെയ്യണം? ഈ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം. അതാണ് പോയിന്റ്. എന്താ ഇറക്കി വിടണ്ടേ? കളിച്ചൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അബ്രഹാമിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഈ ചെറുക്കൻ ഈ വീട്ടിൽ വളർന്നു വന്നിട്ട് മൂത്തവൻ ആരാ? മൂത്തവൻ ഇസ്മായേലാണ്. അപ്പോൾ യഹൂദൻ്റെ രീതി അനുസരിച്ച് ആദ്യജാതനാണ് 1/3 അവകാശം. 3/2 അവകാശം. 3/1 3/2 ആദ്യത്തെ മകനാണ്. അപ്പോൾ സാറായിക്ക് മനസ്സിലായി, ഈ പയ്യനാണ് സമ്പത്തെല്ലാം പോകാൻ പോണത്. അതുകൊണ്ട് ഈ നിമിഷം ഇറക്കി വിടുക. തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെയേറെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറാ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ ഈ വരി ഓർത്തിരിക്കണം. നീ അബദ്ധം കാണിച്ചതാണ്. നീ എൻ്റെ വാക്ക് കേൾക്കാതെ നിന്റെ തന്നിഷ്ടം പോലെ നടന്നതാണ്. പക്ഷേ നിന്റെ ചോരയിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് അവനും നിന്റെ മകനാണ്. അത് ഒരു 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 മുന്നറിയിപ്പാണ്. അതായത് അബ്രഹാമേ, നിനക്ക് എളിമ മാത്രം പോരാ. എളിമ ഇപ്പം നല്ലപോലെ ഉണ്ട്. കാരണം വീട്ടിൽ ഈ അടിയും പിടിയും വഴക്കും കാരണം ഇങ്ങേര് നല്ലപോലെ എളിമപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിനക്ക് ആശ്രയവും ഉണ്ട്. കാരണം അതൊക്കെ നീ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു. നിനക്കിനി വേണ്ടത് വിശുദ്ധിയാണ്. അപ്പോൾ അത് നീ ഓർക്കണം. നീ ഈ കൊള്ളരുതായ്മ കാണിച്ചാണ്, നീ അബദ്ധം കാണിച്ചാണ്. പക്ഷേ ഈ പയ്യൻ്റെ കാര്യത്തിൽ നിനക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇതാണ് ദൈവം പറയുന്ന വാക്കിൻ്റെ വളരെ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എൻ്റെ പിന്നാലെ വരണം. നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. കൂടെ വരണം. അതായത് പറയുകയാണ്, ഈ പയ്യൻ്റെ കാര്യത്തിലും അബ്രഹാമേ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ഓർത്തോണം, ഒരു മനുഷ്യൻ ചെയ്ത റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, അവൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതായത് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, അയ്യോ അത് തെറ്റായിരുന്നു, ദൈവഗത അല്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കാട്ടിക്കളയാനൊന്നും പറ്റത്തില്ല. ഉത്തരവാദിത്വമുണ്ട്. ചെയ്ത ഓരോ പ്രവൃത്തിക്കും മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം മറന്നു പോകരുത്. അപ്പോൾ അതാണ് അബ്രഹാമിനെ ദൈവം പഠിപ്പിക്കാൻ പോണത്. നീ അവനും നിന്റെ, ഈ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം, അവനും നിന്റെ മകനാണ്. പക്ഷെ സാറാ പറഞ്ഞ പോലെ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, അവനും നിന്റെ മകനാണല്ലോ. ഇനി വളരെ സൂക്ഷിച്ച് വായിക്കുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രഹാം, വളരെ ശ്രദ്ധിച്ച് വായിക്കണം. അബ്രഹാം എപ്പോൾ അതിരാവിലെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കുറച്ചപ്പവും ഒരു തുകൽ സഞ്ചിയിൽ, അതായത് 3-4 ദോശയും ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളവും എടുത്ത് ഈ ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തിട്ട് മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെ? ബർഷേബ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ മനുഷ്യനെ ദൈവം ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാൻ അനുവദിക്കില്ല. ഓരോ കുടുംബത്തിനും അവർ ചെയ്ത പ്രവൃത്തികളുടെ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്തിരിക്കണം. പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം ചെയ്തിരിക്കണം. ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. സക്കേവൂസിനെ പോലെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പം അത് പരിഹരിച്ചിരിക്കണം. അത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്.
അബ്രഹാമിനെ ദൈവം, അബ്രഹാമിൻ്റെ മകനാണ്, അവൻ എൻ്റെ പുറകെ വന്നതാണ്, ഞാൻ പറഞ്ഞ എല്ലാം കേട്ടതാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് അബ്രഹാമിനെ വെറുതെ വിടാൻ ദൈവം തയ്യാറല്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം: എളിമ, ട്രസ്റ്റ്, വിശുദ്ധി. ഇവിടെ വിശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ മനുഷ്യൻ, നിങ്ങൾ എന്നോട് പറ, ഇയാൾ ചെയ്തത് ന്യായമായിരുന്നോ? ആണോ? അല്ല. ഇയാൾ ചെയ്തത് ന്യായമല്ല. ന്യായമല്ല എന്ന് ഞാൻ പറയാനുള്ള എൻ്റെ ന്യായം നമ്പർ 1, ഒന്നാമത്തേത്, ലോത്തിനെ ഇറക്കി വിട്ടത് ഇങ്ങനല്ലല്ലോ. ലോത്തിനെ വിട്ടപ്പോൾ എന്നാ പറഞ്ഞു? നിനക്കിഷ്ടമുള്ള എടുത്തോടാ, നീ പോകുന്ന വഴി നിനക്ക്, ഞാൻ പോകുന്ന വഴി. അവൻ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അവന് കൊടുത്തു. ഇസ്മായിലിനോ അവനെ മരുഭൂമിയിലേക്ക് വിട്ടു. നിങ്ങൾ ഓർക്കണം, 1 ദിവസത്തെ ഭക്ഷണം കൊടുത്തിട്ട്, 1 ദിവസത്തെ. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. എന്നെ നോക്കിയേ, ഒറ്റ ദിവസത്തേക്കുള്ള ഫുഡ്. ദൈവം പറഞ്ഞായിരുന്നു, അബ്രഹാമേ, അവനും നിന്റെ മകനാണ്. അബ്രഹാം സത്യത്തിൽ എന്താ ചെയ്തേ? ഞാൻ ബൈബിളിനകത്തേക്ക് കയറി വായിക്കുകയാണ്. സത്യത്തിൽ അബ്രഹാം ഈ കുട്ടിയെ കൊല്ലാൻ വിട്ടതാണ്. ഈ മരുഭൂമിയിൽ ഈ അമ്മയും കൊച്ചും ഈ ഒരു പാത്രം വെള്ളം കൊണ്ടും 3-4 അപ്പക്കഷണം കൊണ്ട് സർവൈവ് ചെയ്യത്തില്ലെന്ന് ഈ മരുഭൂമിയിലൂടെ നടന്ന മനുഷ്യന് നന്നായിട്ട് അറിയാം. ഹാഗാർ കരയുന്നത് ഭക്ഷണം തീർന്നു, ഇനി ഭക്ഷണം എവിടെ കിട്ടുമെന്ന് ഓർത്തല്ല, കൊച്ചു മരിക്കുന്നത് എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ മുമ്പിലെ ഇനിയുള്ള ഏക ഓപ്ഷൻ മരണമാണ്. അപ്പോൾ 21-ാം അധ്യായത്തിൽ അബ്രഹാം ചെയ്തത്, അബ്രഹാം ചെയ്തത് ഇസ്മായിലിനെ സത്യത്തിൽ കൊല്ലാൻ വിട്ടുകൊടുത്തു. ഒരു ദൈവദൂതൻ വന്നു, ഹാഗാറിന് വെള്ളം കാണിച്ചു കൊടുത്തു. ദൈവം കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു, അവനെ വളർത്തി വലുതാക്കി. അബ്രഹാം ഒന്നും ചെയ്തിട്ടില്ല. ഈ ചെയ്തതിൻ്റെ പരിഹാരമാണ് 22-ാം അധ്യായം. ഒരമ്മ കടന്നുപോയ മുഴുവൻ ദുഃഖങ്ങളിലൂടെയും ഈ അപ്പനെ ദൈവം കടത്തിവിടാൻ പോവാണ്. പരിഹാരം മനസ്സിലാവുന്നുണ്ടോ? ഹാഗാർ കടന്നുപോയ അതേ അനുഭവത്തിലൂടെ അബ്രഹാമിനെ ദൈവം കടത്തിവിടാൻ പോവാണ്. വായിക്കാം 22-ാം അധ്യായം 1-ാം വാക്യം. പിന്നീടൊരിക്കൽ അബ്രാഹത്തെ ദൈവം പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ കേട്ടു. ആ വാക്യം ശ്രദ്ധിക്കണം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ. ഇത് കുത്താണ്, കുത്ത്. നിന്റെ മനസ്സിൽ നിനക്കൊരു ധാരണയുണ്ട്, നിനക്ക് ഒരു മോനേ ഉള്ളൂ, മറ്റവൻ എവിടെ? അബ്രഹാമിനോട് ചോദിക്കുകയാണ്, മോനെ ഇസ്മായേൽ എവിടെ എന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും, മരിച്ചു കാണും. നീ ഒരു മകനെ സ്നേഹിക്കുന്നുള്ളൂ. നിനക്ക് നിന്റെ കണ്ണിൽ ഒരു മകനേ ഉള്ളൂ. ഞാൻ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അവൻ മരിച്ചുപോയനെ മറ്റവൻ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എടുത്ത് മോറിയാദേശത്തേക്ക് പോവുക, അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ. എപ്പോഴാണ് എഴുന്നേറ്റ്? അപ്പുറത്തൊരു അതിരാവിലെ കണ്ടായിരുന്നോ? അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് വേലക്കാരെയും കൂട്ടി ഇസഹാക്കിനെയും കൂട്ടി മോറിയാദേശത്തേക്ക് പോയി. 3 ദിവസത്തെ ഇടവേളയുണ്ട്. ഒരു ദിവസം ഹാഗാർ അനുഭവിച്ച വേദന 1x3, 3 ദിവസം അബ്രഹാം അനുഭവിച്ചു. വിശുദ്ധി. ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും പരിഹാരം നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം ധ്യാന കേന്ദ്രത്തിലേക്ക് അത് പരിഹരിക്കാൻ ഓടരുത്. ഇത് നീ അനുഭവിച്ച് തീർക്കേണ്ടതാണ്.
ഒരു കടം വീട്ടാനുണ്ട്. ഇതിലൂടെ നീ പോകേണ്ടതാണ്. പെട്ടെന്ന് അച്ഛനെന്ന് കൈവച്ചെന്ന് ശരിയാക്കാൻ പറയരുത്, ശരിയാവത്തില്ലത്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇസ്മായിലിനെ കൊല്ലാൻ തുടങ്ങിയ നീ ഇസഹാക്കിനെ കൊല്ല്. വേദന നീ ഒന്നറിയ. ഹാഗാർ അനുഭവിച്ച വേദന നീ ഒന്നറിയടാ, നീ അറിയേ. ഈ യാത്രയിൽ അബ്രഹാമിന് തിരിച്ചറിവുണ്ടായത് ഇസഹാക്കിനെ കുറിച്ചെന്നതിനേക്കാൾ ഇസ്മായിലിനെ കുറിച്ചാണ്. പാപപരിഹാരത്തിൻ്റെ ഒരു യാത്രയായിരുന്നു മോറിയ മലയിലേക്കുള്ള ഈ യാത്ര. ഈ യാത്ര സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്ത ഓരോ നിരുത്തരവാദപരമായ പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങളും പാപഭാരങ്ങളും തൻ്റെ ചുമലിൽ ഒരു കുരിശായി എടുത്തു വെച്ച് അബ്രഹാമിൻ്റെ സന്തതി ഇതേ മലയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നടത്തിയ ഈ പരിഹാരത്തിൻ്റെ യാത്രയെ സൂചിപ്പിക്കുന്നതാണ് മോറിയ മലയിലേക്ക് അബ്രഹാം നടത്തിയ യാത്ര. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ മറക്കരുത്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് കൃപാജീവിതം. കൃപയുണ്ടാവാൻ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ഉണ്ടാവാൻ ദൈവം മരുഭൂമി അനുഭവങ്ങളിലൂടെ കടത്തിവിടും. മരുഭൂമി അനുഭവങ്ങളിൽ 3 കാര്യങ്ങൾ പഠിക്കും. എളിമപ്പെടും, ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കും. 3-ാമത്തേത് വിശുദ്ധീകരിക്കപ്പെടും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവ പദ്ധതികൾ നമ്മളിലൂടെ പൂർത്തിയാവും.